ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു പാനിലോട്ട് കുറച്ച് പാലും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. അപ്പം ചിക്കനും ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന് സവാള വഴറ്റുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട, ഇതിന് സവാളയേ വേണ്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളപ്പിച്ചാറിയ പാല് വേണമെങ്കിൽ ചേർക്കാം. ഇനി അതല്ല, തിളപ്പിച്ചതൊന്നും അല്ലാത്ത സാധാരണ പാലാണെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. അപ്പം ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുത്തതാണ്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ആ പാലിൽ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് മിക്സാക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ആക്കാൻ വെക്കാം. നന്നായിട്ട് ആ പാലിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ പാലിൽ കുറച്ച് സമയം ഇതിങ്ങനെ ഒന്ന് മുക്കി വെക്കുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കനൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദാണ്ടെ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പാലിൽ നിന്ന് ചിക്കനെല്ലാം ഇതുപോലെ എടുത്ത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റും ആയിരിക്കും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഈ മാറ്റി എടുത്ത ചിക്കനെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതേ ആ പാലിലോട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈര് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. യോഗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒട്ടും പുളിയില്ലാത്ത തൈരുണ്ടല്ലോ അത് വേണമെങ്കിൽ എടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തി അതും കൂടെ ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി ഓപ്ഷനിലാണ്, ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇനി നമുക്ക് എല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. തൈരിലേക്ക് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കസൂരി മേത്തിക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കസൂരി മേത്തി ചേർത്താൽ കുറച്ചധികം നല്ലൊരു ഫ്ലേവർ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ അത് തന്നെ അങ്ങോട്ട് ചേർത്തോളൂ. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ബട്ടറൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് മെൽറ്റായി വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. പിന്നെ ഈ ബട്ടർ തന്നെ വേണമെന്നൊന്നും ഇല്ല ഈ കറിക്ക്. ഓയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് മണമില്ലാത്ത ഏത് ഓയിലിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നെടുകെ ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ കൂട്ടാം കേട്ടോ. ഇനി ഒരു 2 തക്കാളി ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേളത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയം തക്കാളീൻ്റെ തൊലി അങ്ങ് എടുത്ത് കളയാം. ഞാനിപ്പം തക്കാളീൻ്റെ തൊലിയൊന്നും എടുക്കുന്നില്ല. പകരം ഇത് നന്നായിട്ട് നമ്മുടെ ആ ഒരു തവി വെച്ച് തന്നെ നല്ലപോലെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്കൊന്നങ്ങ് മിക്സാക്കി എടുക്കാം.
ഈ ഒരു കറി ഉണ്ടല്ലോ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സവാള വഴറ്റലല്ലേ. അത് ഇതിലേക്കില്ല. എന്തിന് സവാള അരിഞ്ഞൊന്നും സമയം കളയേണ്ട, സവാള തന്നെ ആവശ്യമില്ല. പക്ഷേങ്കിൽ ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ദാണ്ട കണ്ടോ, ആ ചിക്കനകത്ത് നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ഇതുണ്ടായിരുന്നു, തൈരും പാലും കൂടെ ചേർത്ത ഒരു മിക്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മൊത്തം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വേവാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണേ. ഇപ്പോൾ ദാണ്ട ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന അത് കണ്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടെ കുറുകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഓപ്പണൊക്കെ ചെയ്ത് നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ബട്ടർ ചിക്കനൊക്കെ കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം, നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.